വഫ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെലിബ്രേഷൻ അനാൻഷനെ കൊണ്ടുവന്നാണ്. ഒരുപാട് ജനങ്ങൾ മലയാളീസ് അടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അവിടെ. എന്നിട്ട് 2 ചെറിയ ഹോം തിയേറ്റർ കൊടുത്ത് 2 മൈക്കിങ് കൊടുത്ത് പാട്ട് പാടാൻ പറഞ്ഞു. ചെറിയ കുട്ടികളടക്കം അനാൻഷനെ പാട്ട് കേൾക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല ആഘോഷിച്ചുകൊണ്ട് നല്ല ഉള്ളിലെ സന്തോഷത്തോടെ നമ്മളിവിടെ വിളിച്ചതായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ 4-5 ദിവസമായിട്ട് ഓരോരോ നാട്ടിലാണ്, റിയാദിലാണ്, ബഹ്റൈനിലാണ്, ദുബായിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം ഇന്നാണ് ഇവിടെ ചെന്ന് കയറുമ്പോൾ ഞാനും യൂട്യൂബ് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള 10-15 പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഇവന്റ് കാര്യം ഇതിന്റെ ഇടയിൽ അല്ല, ഞാൻ സത്യം പോലെ പറയാണ്ട് ഞാൻ പോയാൽ നാളെ നിങ്ങളെ കണ്ണില് ഞാൻ വലിയ സംഭവം ഇവിടെ വന്നിട്ട് പാട്ടൊന്നും പാടാണ്ട് ഞാൻ മിന്നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പിന്നാലെ ഉണ്ടാവും. സോ അത് കാരണം എന്റെ മകൾക്ക് സങ്കടം ഒരു ആൾക്കാരെ പിടിച്ച മകൻ എന്റെ മുന്നിൽ പറയും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇവന്റ് ടീം ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗിൻ എന്ന് പറഞ്ഞ സംഭവം ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് EP വേണം, മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം. ആ സാധനം പാട്ടുണ്ടാ ഞാൻ പറയാം. പാട്ട് പിന്നെ മറച്ചിട്ട് കാര്യമില്ല അല്ലെ, അത് പാട്ട് ശബ്ദം കേട്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്ന് പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുവരല്ല ഈ ഇവന്റ് ടീമിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ഇവന്റിൽ ഞാൻ പാടാതെ പോകാനുള്ള ഓരോ റീസൺ ആ ഇവന്റുകാരാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാടാൻ താല്പര്യമുണ്ട്, ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് മിനിമം 2 hours അല്ലെങ്കിൽ 1 hour പെർഫോം ചെയ്ത് 1 hour നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകാന്നുള്ള ഡീലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. സോ അതുപോലെ ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് സംഘമുണ്ട്. സോ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാരും കുട്ടികളും എല്ലാവരും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇത് എന്റെ തെറ്റല്ല. സ്റ്റിൽ ഞാൻ നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പണികൾ ചെയ്തു വെച്ചത് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ ഇന്നത്തെ ജോബ് കാര്യങ്ങളും പണിയടക്കം മാറ്റി വെച്ച് പഠിപ്പിടക്കിന്റെ ഇടയിൽ വന്നവരാണ്. എനിക്കറിയാം പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചവരാണ് എല്ലാം എനിക്കറിയാം. ഞാൻ പറയും ഞാൻ നിസ്സഹായനാണ്. എന്നോട് ക്ഷമിക്കണം. വഴിയോര നേരങ്ങളിൽ എനിക്ക് ട്രാക്ക് നിങ്ങൾക്കറിയാലോ, റാപ്പൊന്നും ട്രാക്ക് പോലും ഉണ്ട്, എങ്ങനെ പാടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ ഒരു മാപ്പിള പാട്ടിയെ പാടങ്ങൾ എല്ലാവരും ഒപ്പം പാടിയാൽ മതി. ഓക്കെ. മലർക്കുട്ടിയെ ഞാനിന്ന് കണ്ട് ദമാമിലെ മൊത്തം മലയാളികളെ കളാക്കിക്കൊണ്ടായിരുന്നു വഫ ഹൈപ്പർ മാർക്കറ്റ് ഈവൻ്റ് സംഘടിപ്പിച്ചത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എന്തായാലും സംഘടിപ്പിക്കില്ല. ഈ അനാൻഷ എന്നൊരു വളരെ വലിയൊരു ഗായകനാണ്. അവനെ വെച്ചുകൊണ്ട് ഒരു സ്പീക്കറോ ഒരു മൈക്കോ സംഘടിപ്പിക്കാൻ പറ്റാത്ത ഹൈപ്പർ മാർക്കറ്റാണ് ഈ വഫ ഹൈപ്പർ മാർക്കറ്റ്. ജനങ്ങളെ മുഴുവനും വഞ്ചിച്ചു. എവിടുന്ന് റിയാദ്, വളരെ ദൂരത്ത് ഫാമിലി ഞങ്ങളൊക്കെ പരിപാടിക്ക് പോയത് 12 മണിക്കൂർ പണി കഴിഞ്ഞ് ക്ഷീണിച്ച് എന്നിട്ടൊക്കെ പോയത്. എന്ത് റിസ്ക്കാണെങ്കിലും പരിപാടി കാണണം. ഞാൻ അടിപൊളി പരിപാടി ആയിരിക്കും നേരിട്ട് പോയത്. ഞങ്ങളൊരു 10-15 പേരുണ്ടായിരുന്നു പോയത്. പക്ഷേ ഒക്കെ എല്ലാവരും നിരുത്സാഹപ്പെടുത്തി ഞങ്ങളൊക്കെ മടങ്ങി പോന്നു. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പരിപാടി വെക്കുകയും ചെയ്ത് ഞങ്ങൾ വരികയും ചെയ്യില്ല. ഇപ്പോൾ ഒരാളുടെ ദേഷ്യം തീർക്കുന്നല്ല, ഞങ്ങളുടെ സങ്കടം മനസ്സിൽ പറയാനുള്ളൂ. ഒരു സംഘാടകനോട് ചോദിച്ചു എന്തിനാ അനാൻഷ. അപ്പോൾ അനാൻഷ പാടാൻ വന്നതല്ല, അനാൻഷ ഞങ്ങളെ എല്ലാവരും കാണാൻ വേണ്ടി വന്നു, ഞങ്ങൾക്ക് കാണാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കാണാനാണെങ്കിൽ ഞങ്ങൾക്ക് യൂട്യൂബിലൊന്നും കാണുന്നില്ല, ഞങ്ങൾ പാട്ടേക്കാൻ വന്നതല്ലേ ചോദിച്ചു. എന്താ അവരുടെ അവസ്ഥ? അനാൻഷനെ പാടാനല്ല കാണാനാ കണ്ടിട്ട് പോയി അല്ലേ? കടി കയറണോ? കടിയിൽ കേട്ടല്ലേ? ഒരു കോടിശ്ശേരി അതൊന്ന് പരിചയപ്പെടുത്ത അല്ലേ എന്ന് അപ്പൊന്ന് പരിചയപ്പെടുത്ത.